കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുമോ? സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നുവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുമെന്നും സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നുവെന്നും ഏകൻ ന്യൂസിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നലെ. പെരുമ്പാവൂര് മുനിസിപ്പൽ കോടതിയിൽ വന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്ത അവരിങ്ങനെയാണ് പറയുന്നത്: കുർബാന കേസുകൾ അതിന് മെറിറ്റിലേക്ക് കടക്കുന്നതോടെ കുർബാന സംബന്ധിച്ച് സിനഡ് എടുത്ത 2021 തീരുമാനം റദ്ദാക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പുതുക്കിയ തക്സയുടെ സാധുത തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇതിനോടകം പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഇതിലേക്ക് കൈചൂണ്ടുന്നു. വത്തിക്കാനിൽ അംഗീകരിച്ചു വന്ന പുതുക്കിയ കുർബാന തക്സയിൽ പൊതുനിർദ്ദേശങ്ങളിൽ നമ്പർ 7 ഉണ്ടായിരുന്നില്ലെന്നും, അതായത് വചനശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫ്ര ദൈവോന്മുഖമായിട്ടും പിന്നെ സമാപന ആശീർവാദം ജനാഭിമുഖമായിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന ആ നമ്പർ 7 ഉണ്ടായിരുന്നില്ലെന്നും അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നുമുള്ള വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഉത്തരവ്. കുർബാനയുടെ അർപ്പണ രീതി സംബന്ധിച്ച് സിനഡോ സെൻട്രൽ ഇലക്ട്രിക്കൽ കമ്മിറ്റിയോ ചർച്ച ചെയ്തിരുന്നതായി രേഖകളില്ല. അതിനാൽ കുർബാന തക്സ അനധികൃത കൈക്കടത്തൽ മൂലം താറുമാറാക്കപ്പെട്ടതാണെന്ന വാദം അംഗീകരിച്ച് കോടതി ഉത്തരവിടുകയായിരുന്നു. എന്താണ് കോടതി ഉത്തരവ്? സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റി പാസാക്കി വത്തിക്കലിന് അയച്ച തക്സയും വത്തിക്കലിന് അംഗീകരിച്ചു വന്ന തക്സയും കോടതിയിൽ ഹാജരാക്കണം. ഇതാണ് ഉത്തരവ്. കേസിന്റെ മെറിറ്റ് നിശ്ചയിക്കാൻ ഈ രേഖകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു നിരീക്ഷണം: കുർബാന സംബന്ധിച്ച് സിനഡിന്റെ തീരുമാനം തർക്കവിഷയമാണെന്നും മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകൾ വന്നു എന്ന വാദത്തിൽ പരിശോധന ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു നിരീക്ഷണം. ചുരുക്കത്തില് ഉത്തരവ് എന്താണ്? തക്സകള് കോടതിയിൽ ഹാജരാക്കണം. അതാണ് ഉത്തരവ്. അവയെല്ലാം പരിശോധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നതേയുള്ളൂ. കോടതി രേഖകളെല്ലാം പരിശോധിക്കട്ടെ, തീർപ്പ് കൽപ്പിക്കട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന പുസ്തകത്തില് 3-ാമത്തെ പേജിൽ മാർപ്പാപ്പയുടെ ഒരു പ്രസ്താവനയുണ്ട്. അതിന്റെ ആദ്യത്തെ വരി നിങ്ങളൊന്ന് വായിച്ചാല് നമുക്കറിയാം ഇവർ ഈ പറയുന്ന ഏകൻ ന്യൂസിൽ പറയുന്ന ഇത് എത്രയോ നുണയാണ് എന്ന്. The Holy See regards with special approval and encouragement the agreement unanimously reached by the Synod of Bishops of the Syro Malabar Church in 1999 and repeatedly endorsed in subsequent years for a uniform mode of celebrating the Holy Kurbana. 1999 മെത്രാന്മാര് ഐകകണ്ഠേന തീരുമാനിച്ച ഏകീകൃത കുർബാന ഫോം അത് പിന്നീട് എല്ലാ വർഷങ്ങളും അതിന് എൻഡോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. ഈ അന്നത്തെ എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട രേഖ എൻ്റെ പോലും കൈവശമുണ്ട്. ഞാൻ നാട്ടിലില്ലാത്ത ആളാണ്. എൻ്റെ കൈവശം പോലും ഉണ്ട് അതിൻ്റെ രേഖ. അവിടെയുണ്ടല്ലോ. അന്നത്തെ എല്ലാ മെത്രാന്മാരും ഒപ്പിട്ടതാണ്. ഈ ഡിസംബർ 15-ാം തീയതി മെത്രാന്മാരെല്ലാം ഒപ്പിട്ട് സർക്കുലർ ഇറക്കി. അങ്ങനെ 1999 തീരുമാനം ഐകകണ്ഠേന തീരുമാനിച്ചതാണ്. എന്താണ്? ഏകീകൃത കുർബാന അർപ്പണ രീതി. അത് 1999 തീരുമാനിച്ചതാണെന്നാണ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ അതിന്റെ രേഖയുണ്ട്. എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട രേഖയുണ്ട്. അത് പിന്നെ ഒരു സിനഡിലും അന്ന് മുതൽ 2021 വരെ ഒരു സിനഡിലും പുനഃപരിശോധനയ്ക്ക് വിധേയമായിട്ടില്ല. പിന്നെ അന്നങ്ങനെ തീരുമാനിച്ചത് കൊണ്ടും പിന്നെ ജനങ്ങളിലേക്ക് തിരിയുന്ന കാര്യം മാത്രമാണ് തക്സയിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് ഈ റോമിൽ നിന്ന് റൂബ്രിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ റൂബ്രിക് അബൌട്ട് ദ ഓറിയന്റേഷൻ ഓഫ് ദ സെലിബ്രന്റ് ഇൻ ദ ഹോളി കുർബാന എന്ന് പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം പൗരസ്ത്യ തിരുസംഘം നമ്മുടെ മെത്രാന്മാർക്ക് അയച്ചു. അത് 2020 നവംബർ 9-ാം തീയതിയാണ്. അതിന്റെ രേഖയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രകാരം 2021 ജൂൺ 9-ന് നൽകിയ ഈ അവിടെ നിന്ന് ഈ റോമിൽ നൽകിയ തക്സ അംഗീകരിച്ചുള്ള ഇതിനകത്ത് ഇങ്ങനൊരു വാചകം കൂട്ടിച്ചേർക്കണമെന്ന് എഴുതിയിട്ടാണ് തക്സ നൽകിയത് വത്തിക്കാനിൽ നിന്ന്. അത് ഈ പറഞ്ഞ ഈ ഏകീകൃത രീതി അതിനകത്ത് രേഖപ്പെടുത്തണം. അങ്ങനെ വത്തിക്കാനിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് 2021 ഓഗസ്റ്റ് മാസത്തിൽ സിനഡ് ഓഫ് ബിഷപ്സ് ആ റോമിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശം അതിന്റെ തക്സിൽ പ്രിന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാര്യം മനസ്സിലായോ? അതായത് ഈ തക്സയിൽ അനധികൃത കൈകടത്തൽ നടത്തി എന്നാണ് ഏകങ്കാര് അല്ലെങ്കിൽ വിമത വൈദികർ എഴുതി കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്.
ഞാൻ വായിച്ചത് റോമിൽ നിന്നുള്ള രേഖയാണ്. മാത്രമല്ല മെത്രാന്മാരുടെ സിനഡിന്റെ 99 സിനഡിന്റെ ആ തീരുമാനവും എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട രേഖയും നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നുവെന്നും കുർബാന തക്സയില് കൈകടത്തൽ നടത്തി, വെട്ടിത്തിരുത്തകൾ വരുത്തി, അട്ടിമറിച്ചു, താറുമാറാക്കി എന്നൊക്കെ പറയുന്നു. തക്സ കോടതി പരിശോധിക്കട്ടെ. റോമിലേക്ക് അയച്ച തക്സയും റോമിൽ നിന്ന് വന്ന തക്സയും റോമായുടെ ഡോക്യുമെന്റ്സും എല്ലാം കോടതി പരിശോധിക്കട്ടെ. എന്നിട്ട് കോടതി സത്യം എന്താണെന്ന് കണ്ടെത്തട്ടെ. പക്ഷേ അതിനു മുമ്പ് വിമതരുടെ നേതൃത്വത്തിലുള്ള ഈ ഏക ന്യൂസ് അവരൊരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ഈ തക്സ കാണണമെന്ന് കോടതി പറഞ്ഞ നിരീക്ഷണം അതൊന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. തക്സ പരിശോധിക്കട്ടെ. റോമിലേക്ക് അയച്ച തക്സയും റോമിൽ നിന്ന് വന്ന തക്സയും റോമിൽ നിന്ന് അയച്ച ഡോക്യുമെന്റ്സും എല്ലാം പരിശോധിക്കട്ടെ. എല്ലാം രേഖാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവര് പറയുന്ന ഒരു കാര്യം കൂടി അതിലെ തെറ്റ് ഞാൻ സൂചിപ്പിക്കാനായിട്ട്, അതായത് സിനഡൽ ന്യൂസിൽ ഒരു സ്ഥലത്തും മെത്രാന്മാരുടെ സിനഡിന് തീരുമാനം ഇല്ല എന്നിവർ പറയണേ. ഞാനൊരു സിനഡൽ ന്യൂസ് വായിക്കാം. മേക്കിംഗ് എ റെഫറൻസ് ടു ദ ലെറ്റർ ഫ്രം ദ കോൺഗ്രിഗേഷൻ ഫോർ ദ ഓറിയന്റൽ ചർച്ചസ്, പ്രോട്ടോകോൾ നമ്പർ 248/2004, ഡേറ്റഡ് 9th November 2020. അതായത് റോമിൽ നിന്ന് വന്ന ഡോക്യുമെന്റ് വെളിച്ചത്തിൽ, ലെറ്ററിന്റെ വെളിച്ചത്തിൽ സിനഡിൽ ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഏകീകൃത കുർബാനയുടെ കാര്യം പറയണേ. സിനഡില് ഇത് സിനഡിൽ ന്യൂസിന്റെ ഒരു കോപ്പിയാണ്. അപ്പൊ എന്തുമാത്രം നുണയാണ്, നുണകൾക്ക് മേലെയാണ് ഈ വിമതർ എഴുതി കൊടുത്ത് ഈ ഏക ന്യൂസിലെ ആ പെൺകുട്ടി വായിക്കുന്നത്. എഴുതി കൊടുക്കുന്നവർക്ക് വിവരക്കുറവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതോ ഇനി ആ പെൺകുട്ടി തെറ്റി വായിക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ പറഞ്ഞ എല്ലാ രേഖകളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തക്സയൊക്കെ കോടതി പരിശോധിക്കട്ടെ. പിന്നെ ഈ സിനഡിന്റെ കുർബാന സംബന്ധിച്ച് സിനഡിന്റെ തീരുമാനം തർക്ക വിഷയമാണെന്ന് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പോസ്റ്റിൽ വെട്ടിത്തിരുത്തുകൾ വരുത്തുന്ന വാദത്തിലൊക്കെ പരിശോധന വേണമെന്ന് കോടതി നിരീക്ഷിച്ചു. വളരെ നല്ല കാര്യമല്ലേ? അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, തക്സകളെല്ലാം കോടതിയിൽ ഹാജരാക്കുകയും അവയെല്ലാം പരിശോധിച്ച് കോടതി തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്യട്ടെ. കോടതി രേഖകളെല്ലാം പരിശോധിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇങ്ങനെ കോടതി നിരീക്ഷണം വന്നപ്പോൾ തന്നെ വിമതര് ഒരു തീർപ്പ് കൽപ്പിച്ചു. അത് ഏക ന്യൂസിലൂടെ പ്രസിദ്ധപ്പെടുത്തി. എന്താണ് ആ തീർപ്പ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് വായിച്ചിട്ട് ഈ അവരുടെ തീർപ്പ് ഈ ഏക ന്യൂസിൽ വന്നതാണ്. ഇന്നലെ വന്ന ഒരു വാർത്തയാണ്, നിങ്ങൾക്കത് കേൾക്കാൻ വേണമെങ്കിൽ. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എന്തൊക്കെയാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ന് ഏക ന്യൂസ് പറയുന്നത്? കുർബാനയിൽ കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. കുർബാന തക്സയില് കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ലെന്ന്. കിഴക്ക് നോക്കി കുർബാന എന്നവർ പറഞ്ഞത് ഏകീകരണം, അതായത് ദൈവോന്മുഖമാണ് ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് പകൽ പോലെ വ്യക്തമാണ്. കോടതി തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിമതർ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. ഏകീകൃത രീതി വേണമെന്ന്, അതായത് ദൈവോന്മുഖം വേണമെന്ന് 99 മുതൽ തീരുമാനിച്ച രേഖകൾ നമ്മുടെ കയ്യിലിരിക്കുക. എന്നിട്ട് പറയാണ് കുർബാന തക്സയിൽ ഈ കിഴക്ക് നോക്കി, അതായത് ദൈവോന്മുഖ കുർബാന ഉണ്ടായിരുന്നില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. പകൽ പോലെ വ്യക്തമായിരിക്കുന്ന മറ്റേ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കുർബാന തക്സയില് മാർപ്പാപ്പയുടെ കത്ത് കഴിഞ്ഞിട്ട് പൗരത്വ തിരുസംഘത്തിന്റെ പൗരത്വ തിരുസംഘത്തിന്റെ കത്തുണ്ട്. 5ാമത്തെ പേജില് മുകളിൽ നിന്ന് 3ാമത്തെ പാരഗ്രാഫ്. As unanimously decided by the Synod of Bishops in November 1999, 1999 നവംബർ മാസത്തിൽ മെത്രാന്മാര് ഐകകണ്ഠേന തീരുമാനിച്ചതനുസരിച്ച് അതിന്റെ അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ രേഖ നമ്മുടെ കയ്യിലുണ്ട്. അന്നത്തെ എല്ലാ മെത്രാന്മാരും ഒപ്പിട്ട രേഖ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് അവര് പുറപ്പെടുവിച്ച ഇടയലേഖനം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ രേഖകളാണ്. യുനാനിമസ് ആയി തീരുമാനിച്ചു. 99 മുതൽ 2021 വരെ ഒരു മെത്രാനും അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. And recently reconfirmed in January 2020, the celebrant shall face the faithful at the Bama. ബാമയിൽ ജനാഭിമുഖമായി നിൽക്കണം കാർമികൻ. ഡ്യൂറിംഗ് ദി ലിറ്റർജി ഓഫ് ദി വേർഡ്, വചന ശുശ്രൂഷ നേരത്ത്. ടേൺ ടുവേർഡ്സ് ദി ആൾട്ടർ, പിന്നെ ആൾത്താരിലേക്ക് തിരിയണം. ഇൻ ദ സെയിം ഡയറക്ഷൻ ദാറ്റ് ദ ഫെയ്ത്ത്ഫുൾ ആർ ഫേസിംഗ്. വിശ്വാസികൾ ഏത് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുവോ ആ ദിശയിലേക്ക് തന്നെ. ആൾത്താരിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് ആൾത്താരിലേക്ക് തിരിഞ്ഞു നിൽക്കാനല്ലെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണത്. For the liturgy of the Eucharist, Anaphoraki. And once again face the faithful during the concluding rites of the Holy Communion.
ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ് സമാപന പ്രാർത്ഥനകൾക്ക് വീണ്ടും ജനാഭിമുഖം തിരിയുക. ഇത് ഈ തക്സ് അംഗീകരിച്ച് വന്ന നിങ്ങളുടെ തക്സയിലൊക്കെ കിടപ്പുണ്ട്. ഇത് രേഖയല്ലേ, ഈ ഒപ്പിട്ടിട്ടുണ്ട് അതിന് താഴെ. ഇത്രയും രേഖകൾ നമ്മുടെ കയ്യിലിരുന്നിട്ടാണ് ഈ ഏകൻകാര് ഈ നുണ ഇങ്ങനെ അടിച്ചു വിടുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തക്സയിൽ നോക്കാൻ ഞാൻ പറഞ്ഞു. അതിൽ മാപ്പാപ്പയുടെ കത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഈ സാന്ദ്രി പിതാവിന്റെ അന്നത്തെ പൗരസ്ത്യ തിരുസംഘത്തിന്റെ പ്രീഫെക്ട് ആയിരുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഒപ്പുവെച്ചിരിക്കുന്ന ആ രേഖയുടെ മുകളിൽ നിന്ന് മൂന്നാമത്തെ പാരഗ്രാഫിന്റെ നടുഭാഗം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ഈ കിഴക്ക് നോക്കി കുർബാന ഉണ്ടായിരുന്നില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ്. പകൽ പോലെ വ്യക്തമായിരിക്കുന്ന മറ്റേ കാര്യമാണ് ഏത് ഏകീകൃത കുർബാന അംഗീകരിച്ചതാണ് 99 മുതൽ 2021 വരെയുള്ള എല്ലാ സൂനോദോസിലും. എന്നിട്ടും വിമതർക്ക് മറിച്ചാണ് തീർപ്പ് കൽപ്പിക്കല്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ ഭാഷ മനസ്സിലാക്കുന്നതിലോ എന്തോ ഒരു പ്രശ്നം അവർക്കുണ്ട്. സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നതും സാധാരണ കോടതി മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ല ഈ വിമതര് മനസ്സിലാക്കണേ. എന്തോ ഒരു പിഴവ് അവർക്കുണ്ട്. 3, വത്തിക്കാൻ അംഗീകരിച്ച കുർബാന തക്സിയിൽ സിനഡ് വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കൽ നടത്തിയെന്നത് സിനഡൽ ന്യൂസിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാൻ സിനഡൽ ന്യൂസ് വായിച്ചു കഴിഞ്ഞു. സിനഡൽ ന്യൂസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? റോമിൽ നിന്നുള്ള കത്തിന്റെ വെളിച്ചത്തിൽ ഒരു മെമ്പർ വെച്ചാൽ സിനഡിലെ മെത്രാൻ, അതായത് ലിറ്റർജിയുടെ ചാർജുള്ള മെത്രാൻ, ഇങ്ങനെയാണ് റോമിൽ നിന്ന് വന്നൊരു നിർദ്ദേശം എന്ന് പറഞ്ഞു. അത് കൂട്ടിച്ചേർക്കാൻ സിനഡ് തീരുമാനിച്ചു. ആ തീരുമാനമാണ് ഞാൻ കാണിച്ചു തന്നത് സിനഡൽ ന്യൂസിൽ. എന്നിട്ടും പറയുന്നത് സിനഡൽ ന്യൂസിൽ നിന്ന് വ്യക്തമാണ് ഈ സിനഡ് വെട്ടിത്തിരുത്തലും കൂട്ടിച്ചേർക്കലും നടത്തിയെന്നത്. സിനഡിന് മെത്രാന്മാരുടെ സിനഡിനാണ് ഈ കുർബാന തക്സയുടെ ഫൈനൽ ഫോം ഉണ്ടാക്കാനുള്ള അധികാരം. മെത്രാന്മാരുടെ സിനഡിനാ. സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഉപദേശം കൊടുക്കാൻ അവരുടെ കമ്മിറ്റിയാണ്, നിർദ്ദേശം കൊടുക്കാൻ. തീരുമാനം എടുക്കാൻ മെത്രാന്മാർ തന്നെയാണ്, മെത്രാന്മാരുടെ സിനഡ് തന്നെയാ. അവര് വെട്ടിത്തിരുത്തലും കൂട്ടിച്ചേർക്കലും വരുത്തിയുള്ള തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് റോമിൽ നിർദ്ദേശം പാലിക്കാനാണ് തീരുമാനിച്ചത് സിനഡ്. റോമിൽ നിന്നുള്ള നിർദ്ദേശം പാലിക്കാൻ. റോമിൽ നിന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കാത്ത വിമതർക്ക് അത് മനസ്സിലാകോ? റോമിൽ നിന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കാത്ത വിമതർക്ക് റോമിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അതാണ് പ്രശ്നം. സിനഡ് ന്യൂസിന് വളരെ കാര്യങ്ങളെല്ലാം വ്യക്തമാണെങ്കിൽ, അതായത് സിനഡ് ആകെ അട്ടിമറിച്ചെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ കോടതിക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ. വേറെ രേഖകൾ പരിശോധിക്കേണ്ട കാര്യം പോലും ഇല്ല. അതൊക്കെ കോടതി ചെയ്യട്ടെ. അപ്രകാരം തിരുത്തലുകൾ വരുത്തുന്നത് നിയമവിരുദ്ധമാണ്. അതിന് തക്സ സാധുവല്ലാതെയാക്കും. തക്സ അസാധുവാക്കിയിട്ടില്ല, ഭാവിയിൽ തക്സ സാധുവല്ലാതാക്കും ഭാവിയിൽ. അതാണ് വിമതരുടെ പ്രത്യാശ. അവരെ നയിക്കട്ടെ. ഇപ്പോൾ അത് ഏകത്തിൽ എന്തിനാണ് പറയുന്നത്? ഭാവിയിൽ ഈ തക്സ അസാധുവാക്കിയേക്കാം എന്നിപ്പോ പറയുന്നത് അണികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കൊഴിഞ്ഞുപോക്ക് തുടരും. ഇപ്പൊ കൊഴിഞ്ഞു പോയി ശുഷ്കിച്ച് നിൽക്കുകയാണ്, എല്ലും തോലുമായി നിൽക്കുകയാണ്. അപ്പൊ ഇനിയും അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് കോടതിയുടെ നിരീക്ഷണത്തെ അന്തിമ തീർപ്പ് കൽപ്പിച്ചതുപോലെ അവതരിപ്പിച്ച് ഏകൻ ന്യൂസിൽ ഈ വിമതര് കളികൾ കളിക്കുന്നത്. ഗൗരവമേറിയ കാര്യം, ഇതിനേക്കാളൊക്കെ ഗൗരവമായ കാര്യമുണ്ട്. വത്തിക്കാൻ പ്രതിനിധി കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്നതാണ്. വത്തിക്കാൻ പ്രതിനിധി എന്ന് ഉദ്ദേശിക്കുന്നത് പൊന്തിഫിക്കൽ ഡെലഗേറ്റിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത്ര എളുപ്പമായിരിക്കില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഈ വാസിൽ പിതാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം സ്ലോവൈക്കിക്കാരനാണ്. അപ്പൊ സ്ലോവൈക്കിയും ഇന്ത്യയും തമ്മിലുള്ള 2 സർക്കാരുകൾ തമ്മിലുള്ള കാര്യമാണ്. ഇനി വത്തിക്കാനാണെങ്കിലും ഒരു രാഷ്ട്രമാണ്. വത്തിക്കാൻ പ്രതിനിധി ഇനി വത്തിക്കാൻ വരികയാണെങ്കിലും അതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇനി അങ്ങനെ വരാൻ പറ്റിയാൽ വത്തിക്കാൻ പ്രതിനിധി കോടതിയിൽ വന്ന് മൊഴി കൊടുത്താൽ പിന്നെ വിമതര് നാട്ടിൽ നിൽക്കേ വേണ്ട. വിമതരുടെ വാദങ്ങള് പാടെ പൊളിഞ്ഞു പോകും. സാധുവല്ലാത്ത കുർബാന അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വത്തിക്കാൻ പ്രതിനിധിക്ക് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കുക പ്രയാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചോദ്യം ചെയ്യാൻ എത്തിക്കുക തന്നെ അത്ര എളുപ്പമല്ല, അതിനേക്കാൾ പ്രയാസമായിരിക്കും. 2 സർക്കാരുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ചോദ്യം ചെയ്താൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം കാര്യം പറയല്ലോ, ഈ വിമതർ പറയുന്നത് മുഴുവൻ നുണയാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയല്ലോ. അതുകൊണ്ട് ഇവര് വിചാരിക്കുന്നത് പോലെ ഈ വത്തിക്കാൻ പ്രതിനിധി കോടതിയെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചാൽ വളരെ നല്ല കാര്യമെന്നാണ് ഞാൻ പറയാ. 7, സിവിൽ കോടതിയിൽ നിന്ന് മറിച്ചൊരു ഉത്തരവുണ്ടായാൽ അത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ നാണക്കേടാണ്. അതായത് ഈ തക്സ അസാധുവാക്കിയാല് ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ അത് നാണക്കേടാണ്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് വരാനിരിക്കുന്ന നാണക്കേട് ഒഴിവാക്കാനാണ് ഞങ്ങള് വിമതര് സുറിയാനി സഭയെ ഇപ്പോ ഏകൻ ന്യൂസിലോട്ട് നാട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് വരാനിരിക്കുന്ന ആ നാണക്കേട് അത് ഒഴിവാക്കാനാണ്
സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ ഞങ്ങൾ വിമതര് ഏകൻ ന്യൂസിലൂടെ ഇങ്ങനെ നാറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത്. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാവുന്ന നാണക്കേട് അത് വരട്ടെ. ഇപ്പോഴേ ഒരു കോടതി നിരീക്ഷണം വന്നിട്ടുള്ളൂ, തക്ഷണം പരിശോധിക്കണമെന്ന്. അതിനെയാണ് അന്തിമ തീർപ്പ് കഴിഞ്ഞ പോലെ ഇവർ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പയുടെ കത്തിൽ വന്ന വസ്തുതാപരമായ തെറ്റുകളെ മറച്ചുവെക്കാനാവില്ല. 8ാമത്തെ അവരുടെ തീർപ്പാണ്. അത് വെളിപ്പെടുത്തിയിട്ട് വേണം, അതായത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്ന് വെളിപ്പെടുത്തിയിട്ട് വേണം ഞങ്ങൾ വിമതർക്ക് മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വന്തം സഭയാകാൻ. മാർപ്പാപ്പയ്ക്ക് സ്ഥിരമായി തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നുവെന്ന് തെളിയിച്ചിട്ട് വേണം, കോടതിയിൽ തെളിയിച്ചിട്ട് വേണം അതേ മാർപ്പാപ്പയ്ക്ക് കീഴില് ഞങ്ങൾ വിമതർക്ക് സ്വതന്ത്ര സഭയാകാൻ. എന്തൊരു യുക്തിയാണ് ഇവർ പറയുന്നതിനകത്ത്. അതാകട്ടെ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാനാകും. ഏത്? മാർപ്പാപ്പയുടെ കത്തിൽ വന്ന വസ്തുതാപരമായ തെറ്റുകളൊക്കെ കോടതിയിൽ നിഷ്പ്രയാസം തെളിയിക്കാനാകും. തെളിയിക്കട്ടെ, വിമതർ തെളിയിക്കട്ടെ. തെളിയിച്ചിട്ടില്ലല്ലോ, തെളിയിക്കട്ടെ. ഈ നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയുമെന്നാണ് വിമതര പ്രതീക്ഷ. അതവർ ചെയ്യട്ടെ. അതിനു മുമ്പ് വിമതര പുറത്താക്കാനുള്ള ശ്രമങ്ങൾ സഭ ചെയ്താൽ എത്ര നന്നായിരുന്നു. അവർ കോടതിയിലൊക്കെ പോട്ടെ, കോടതിയും അതിനൊക്കെ അതൊക്കെ വരട്ടെ. മുനിസിപ്പൽ കോടതിയിലായിട്ടുള്ളൂ. ഈ വിമതരെ വേണ്ട വിധത്തിൽ പുറത്താക്കി സഭയുടെ ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കാൻ സഭാ നേതൃത്വം കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാക്കിയാൽ ഈ വിമതരുടെ കളികളൊക്കെ കുറെ ഒതുങ്ങുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്തെങ്കിലും ആവട്ടെ, അത് സഭാ നേതൃത്വം ചെയ്യട്ടെ. 10 ഈ വിമതരുടെ 10ാമത്തെ വിധി തീർപ്പ്. ഏകീകൃത കുർബാന ഓമന പേരിട്ട് വിളിക്കുന്ന കിഴക്ക് നോക്കി കുർബാന കുറേയേറെ നുണകളുടെ മേൽ പടുത്തുയർത്തിയിരിക്കുന്നതാണ്. ആരാണ് നുണകളുടെ മലയുടെ മുകളിൽ ഇരിക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. അതിന് വിശദീകരണം വേണ്ട. ഞാൻ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ അത് ഒരുപാട് തെളിവുകൾ സഹിതം ഹാജരാക്കി. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്ന, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് പരിശോധിക്കാവുന്ന തെളിവുകൾ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി ഇതൊക്കെ പരിശോധിക്കട്ടെ. കുറേയേറെ നുണകളുടെ മേൽ പടുത്തുയർത്തിയിരിക്കുന്നതാണ് ഈ ഏകീകൃത കുർബാന എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കിഴക്ക് നോക്കി കുർബാന. അങ്ങനെയാണെങ്കിൽ അല്ലേ, അത് ഈ നുണകളുടെ മേലെയാണെങ്കിൽ അപ്പൊ അവർ പറയാണ് അത് കത്തോലിക്ക സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. തീർച്ചയായിട്ടും നുണകളുടെ മേൽ പടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും കത്തോലിക്ക സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകും. സംശയം എന്താ ഉള്ളേ? പക്ഷെ നുണകളുടെ മേൽ അടയിരിക്കുന്നത് സീറോ മലബാർ സഭയല്ല, വിമതരാണ്. സഭയുടെ കാനൻ നിയമങ്ങൾക്കെതിരാണ്. സ്വാഭാവികം. നുണകളുടെ മേൽ പടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും കാനൻ നിയമങ്ങൾക്കെതിരാകുമല്ലോ. അത് സിവിൽ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. സ്വാഭാവികം. നുണകളുടെ മേൽ പടുത്തുയർത്തിയാൽ അത് സ്വാഭാവികമായും സിവിൽ നിയമങ്ങൾക്കെതിരാകുമല്ലോ. സിനഡ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതും സ്വാഭാവികം. ഈ നുണകളുടെ മേൽ പടുത്തുയർത്തിയതാണ് ഏകീകൃത കുർബാന എങ്കിൽ സിനഡ് നിയമങ്ങൾക്കും വിരുദ്ധമാണ്. പക്ഷെ നമ്മുടെ മെത്രാന്മാരുടെ സിനഡിലെ അംഗങ്ങളായ മെത്രാന്മാർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവര് പറയുന്നത് സിനഡ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് മെത്രാന്മാരുടെ സിനഡ് തീരുമാനിച്ചെന്ന്. മെത്രാന്മാരുടെ സിനഡിൽ എന്തൊക്കെ തീരുമാനിക്കാമെന്ന് മെത്രാന്മാർക്ക് അറിയില്ല എന്നാണ് വിചാരിക്കണേ. സിനഡിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ സംഗതി മെത്രാന്മാർ തന്നെ തീരുമാനിക്കുകയാണ്. 14 കോടതിയിൽ തെളിവെടുപ്പ് നടത്തിയാൽ എല്ലാം തെളിയിക്കപ്പെടും. തെളിയിക്കപ്പെടട്ടെ. അതിനുള്ള സാധ്യതകളാണ് ഒരുങ്ങുന്നത്. അത് കലക്കി. ഈ മുകളിൽ എന്താ പറഞ്ഞത്? കുർബാന തീരുമാനം റദ്ദാക്കപ്പെടും, സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഇങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പൊ പറയാണ് അതിനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട്. ഒരു സാധ്യത അങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട്. ഇവരെയാണ് ഈ വിമതരുടെ ഉറപ്പില്ലായ്മ, നിശ്ചയമില്ലായ്മ വെളിപ്പെടുന്നത്. സാധ്യതകൾ ഒരുങ്ങി വരുന്നേ ഉള്ളൂ, ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തുടക്കത്തിൽ വലിയ ആവേശത്തോടെ പറഞ്ഞതാണ് കുർബാന തീരുമാനം റദ്ദാക്കപ്പെടുന്നു, സിനഡിന്റെ വാദങ്ങൾ പൊളിയുന്നു. ഇപ്പൊ സമാപനത്തിൽ പറയാണ് സാധ്യതകളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട്. ഒരു മഴക്കാറൊക്കെ വെച്ച് വരുന്നുണ്ട്. ചിലപ്പോ മഴ പെയ്തേക്കാം. അതിനാൽ വീണ്ടും ഏകൻ ന്യൂസിലെ വാർത്തയാണ്. ഇപ്പോൾ തന്നെ കോടതികൾക്കും ഭൂരിഭാഗം ബിഷപ്പുമാർക്കും പൊതുസമൂഹത്തിനും സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. ആർക്കൊക്കെ? കോടതികൾക്ക്, ഭൂരിഭാഗം മെത്രാന്മാർക്ക്, പൊതുസമൂഹത്തിന് മെത്രാന്മാരുടെ സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. ആ വാക്കുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് ധാരണകളുണ്ട്. ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡിനെ കുറിച്ച്, അതിന്റെ തീരുമാനങ്ങളുടെ പൊള്ളത്തരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത കഷ്ടമായിരിക്കുമല്ലോ. വ്യാജമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഞങ്ങൾ മെത്രാൻ സിനഡിൽ പോകണമെന്ന് മെത്രാന്മാർക്ക് അറിയാമെന്നാണ് ഈ ഏക ന്യൂസുകാർ പറയണേ. ഭൂരിഭാഗം ബിഷപ്പുമാർക്കും തങ്ങളുടെ മെത്രാൻ സിനഡ് വ്യാജമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയാണെന്ന് അറിയാമത്രേ. മെത്രാന്മാർക്കെതിരെ തന്നെ സംസാരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്.
തങ്ങൾ സിനഡ് കൂടുമ്പോൾ പൊള്ളയായ വ്യാജമായ തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് ഭൂരിഭാഗം മെത്രാന്മാർക്കും ബിഷപ്പുമാർക്കും അറിയാമത്രേ. എന്നിട്ടും അവര് ആ തീരുമാനം എടുക്കുന്നു. നമ്മുടെ മെത്രാന്മാർക്ക് ഭയങ്കര മണ്ടന്മാരായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. യാതൊരു വിവരമില്ലാത്തവരെന്ന് വിചാരിക്കേണ്ടി വരില്ലോ. എന്തൊരു പരിതാപകരമായിരിക്കും അങ്ങനെയാണെങ്കിൽ. ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഈ ഏകൻ ന്യൂസിനെയും വിമതരെയും ആരാണ് വിശ്വസിക്കുക? ആരാണ് മുഖവിലക്കെടുക്കുക? ഭൂരിഭാഗം മെത്രാന്മാരും പൊള്ളത്തരമാണ് തങ്ങളുടെ തീരുമാനമെന്ന് സിനഡിൽ വെച്ച് അറിയുന്നുണ്ടെന്ന്. അതാണ് ഏകൻ ന്യൂസ് പറയണേ. പൊള്ളത്തരമാണ്, വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും മെത്രാന്മാർ തീരുമാനം എടുക്കുന്നുവത്രേ. മെത്രാൻ സിനഡിന്റെ തീരുമാനത്തിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ച് ഭൂരിഭാഗം മെത്രാന്മാർക്ക് അറിയാമത്രേ. എന്താ ഈ കഥ? നിങ്ങൾക്കതിന്റെ സെൻസ് മനസ്സിലാകുന്നുണ്ടോ? മെത്രാന്മാരെല്ലാം കൂടിയിട്ട് ഭൂരിഭാഗം മെത്രാന്മാർക്ക് അറിയാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്ന്, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പൊള്ളത്തരമാണ്, ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വ്യാജമാണ്. എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കുക. എന്തെങ്കിലും ഒരു ഈ ന്യൂസ് എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മിനിമം യുക്തി, മിനിമം ലോജിക്ക് ഉണ്ടാകണ്ടേ? അതുപോലും ഇല്ലാതെയാണ് ഈ വിമതർ ന്യൂസ് എഴുതി കൊടുക്കണേ. അതിനാൽ തന്നെ ഈ വിമതരുടെ രണ്ടാമത്തെ വിധി തീർപ്പ്, അതായത് 14 തീർപ്പുകൾ കഴിഞ്ഞിട്ട് 2 വലിയ തീർപ്പുകളാണ് ഇപ്പോൾ തന്നെ കോടതികൾക്കും ഭൂരിഭാഗം ബിഷപ്പുമാർക്കും പൊതുസമൂഹത്തിനും സിനഡിന്റെ തീരുമാനങ്ങൾ പൊള്ളത്തരങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ടത്രേ. അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര പദവി ലഭിക്കാൻ ഈ തീർപ്പുകൾ കാരണമാകും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞു വെച്ചത്. അതിനാൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര പദവി ലഭിക്കാൻ ഈ തീർപ്പുകൾ കാരണമാകും. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വത്തിക്കാൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ ഈ മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ഒരു സ്വതന്ത്ര സഭയായിട്ട് എറണാകുളം അങ്കമാലി നീണാൾ വാഴും എന്നാണ് ഈ വിമതര് പറയുന്നത്. ഈ പറഞ്ഞ ഈ വ്യാമോഹം ഉണ്ടല്ലോ, വ്യാമോഹമല്ല ദുർമോഹം, ആ ദുർമോഹം സ്ഥാപിക്കാനുള്ള ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് മുനിസിപ്പൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിന്റെ പേരും പറഞ്ഞ്. മനോരാജ്യത്തിൽ അർദ്ധരാജ്യം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. മനോരാജ്യം, മനസ്സിലെ രാജ്യം, അതിൽ നിന്ന് പകുതി രാജ്യമാക്കണേ, മുഴുവൻ രാജ്യമാവാലോ. സ്വപ്നം കാണുമ്പോൾ പകുതി രാജ്യം സ്വപ്നം കാണേണ്ട കാര്യമില്ലല്ലോ, മുഴുവൻ രാജ്യം സ്വപ്നം കാണാം. മനോരാജ്യത്തിൽ അർദ്ധരാജ്യം വേണ്ട. മനസ്സിൽ സ്വപ്നം കാണുമ്പോൾ അത് പകുതി രാജ്യമാക്കേണ്ട കാര്യമില്ല, മുഴുവൻ രാജ്യം തന്നെ ആയിക്കോട്ടെ. വിമതര് മനോരാജ്യത്തിൽ അർദ്ധരാജ്യം ആക്കണ്ട, മുഴുവൻ രാജ്യം തന്നെ ആയിക്കോട്ടെ. മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റിയെന്നും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വത്തിക്കാൻ പ്രതിനിധി ഇല്ലാത്ത തീരം അടിച്ചേൽപ്പിച്ചുവെന്നും പൗരത്വ തിരുസംഘം അനാവശ്യമായി കൈക്കടത്തൽ നടത്തിയെന്നും അങ്ങനെയൊക്കെ സ്ഥാപിച്ചെടുത്തിട്ട് വത്തിക്കാൻ പ്രതിനിധി അങ്ങനെ വിളിച്ചു വരുത്തി കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് ഇതൊക്കെ റദ്ദാക്കിയിട്ട് വേണം അതേ വത്തിക്കാന്റെ കീഴില്, അതേ മാർപ്പാപ്പയുടെ കീഴില് ഒരു സ്വതന്ത്ര സഭയായിട്ട് എറണാകുളം അങ്കമാലി ഇങ്ങനെ ലോകാവസാനം വരെ വാഴാനായിട്ട്. എന്തൊരു നടക്കാത്ത നല്ല സൂപ്പർ സ്വപ്നം, എത്ര നടക്കാത്ത മനോഹര സ്വപ്നം. ഈ വിമതരുടെ മനപ്പായസം നല്ല മധുരമുണ്ട് കേൾക്കാൻ, നല്ല മധുരമുണ്ട് മനപ്പായസം. പക്ഷെ അത് കഴിച്ചാല് കാഞ്ഞരം പോലെ കഴിക്കും. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? പണ്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് ബാലറ്റ് പേപ്പറിലായിരുന്നല്ലോ. അപ്പോൾ ഓരോ വോട്ടും ഇങ്ങനെ എണ്ണണം. അങ്ങനെ എണ്ണുന്ന സ്ഥലത്ത് എല്ലാ പാർട്ടിക്കാരുടെയും ഈ കാൻഡിഡേറ്റ്സിന്റെയും സ്ഥാനാർത്ഥികളെ ആളുകളുണ്ടാവും. ആരാണ് ജയിക്കണം, ആരാ തോൽക്കണം ഏകദേശം ട്രെൻഡ് അറിയാൻ പറ്റും. ഒരു അവസാനമൊക്കെ ആവുമ്പോൾ തോൽക്കുന്നു, ഉറപ്പായിട്ടും തോൽക്കുന്നു എന്ന് അറിഞ്ഞാൽ ഈ തോറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ അവർ വണ്ടി എടുത്ത് പോകുമ്പോൾ അവരെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പോകും. തോറ്റു എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥിയുടെ ആളുകൾ ബാലറ്റ് എണ്ണുന്ന, വോട്ട് എണ്ണുന്ന ആ കേന്ദ്രത്തിൽ നിന്നും നേരത്തെ വണ്ടി എടുത്ത് അവരുടെ കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു പോകും. എന്തിനെന്നറിയോ? പടക്കം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അത് റിസൾട്ട് വന്നവർ പൊട്ടിക്കാൻ പറ്റില്ല, കാരണം എതിർ സ്ഥാനാർത്ഥിയെ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ട്, പടക്കം വാങ്ങിച്ചു വെച്ചിട്ട് പൊട്ടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ തോൽക്കുമെന്ന് ഉറപ്പായ സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ മുൻപേ ജയിച്ചു എന്നും പറഞ്ഞു പോകും. ഈ പടക്കം വാങ്ങിച്ചു വെച്ച് പൊട്ടിച്ച് കളയണമല്ലോ. റിസൾട്ട്, ശരിക്കുള്ള റിസൾട്ട് വന്നാൽ പൊട്ടിക്കാൻ പറ്റില്ല, കാരണം എതിർ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നു. ഏതാണ്ട് ഇതുപോലെയാണ് നമ്മുടെ വിമതര്. എല്ലാ തരത്തിലും തോറ്റ് തുന്നം പാടി. അപ്പൊ ഏക ന്യൂസ് കൂടെ ഞങ്ങൾ കോടതിയിൽ ജയിക്കാൻ പോകുന്നു, ഞങ്ങൾ മാർപ്പാപ്പി വിളിച്ചു വരുത്താൻ പോകുന്നു, വത്തിക്കാൻ പ്രതിനിധി വിളിച്ചു വരുത്താൻ പോകുന്നു, ഈ കുർബാന തീരുമാനം റദ്ദാക്കാൻ പോകുന്നു, മെത്രാന്മാരുടെ സിനഡിനെ പിരിച്ചുവിടാൻ പോകുന്നു. എന്നിട്ട് ഞങ്ങള് ഈ തെറ്റ് ചെയ്ത മാർപ്പാപ്പയ്ക്കും അടിച്ചേൽപ്പിച്ച വത്തിക്കാനും കീഴില് ഒരു സ്വതന്ത്ര സഭയായിട്ട് ലോകാവസാനം വരെ വാഴാൻ പോകുന്നു. ഇങ്ങനെയുള്ള
ഈ തെറ്റിദ്ധാരണകളുടെ മനപ്പായസം വിളമ്പുന്നതിന് കാരണം തങ്ങളുടെ അണികൾ ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക. ഈ വിമതരുടെ വീമ്പിളക്കൽ കേട്ട് അവരുടെ തോന്നിയാസങ്ങൾക്കും അനുസരണക്കേടിനും ധിക്കാരത്തിനും കൂട്ടുനിൽക്കാതിരിക്കുക. നിങ്ങൾ ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ കണ്ടല്ലോ, ഇടവക്കാരെല്ലാവരും കൂടി ചെന്നിട്ടങ്ങ് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഏകീകൃത കുർബാന വേണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛന് വേറെ നിവൃത്തിയില്ല. അപ്പൊ നിങ്ങൾ ഈ അൽമായർ, ഞാൻ മുൻപ് മുതൽ പറയുന്ന സംഗതിയാണ്, നിങ്ങൾ അൽമായര് ഈ എല്ലാവരും കൂടി അങ്ങ് ചെല്ലുക, എന്നിട്ട് പറയും ഇവിടെ അച്ഛോ ഇവിടെ സഭയുടെ കുർബാന പറ്റുള്ളൂ എന്ന് നിങ്ങളുടെ അച്ഛന്മാരോട് പറയണം. അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വരണം. കർത്താവിനെ അനുസരിക്കുന്നു, മാർപ്പാപ്പയെ അനുസരിക്കുന്നു, നമ്മുടെ മെത്രാന്മാരെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. അത് നമ്മൾ പാസീവായിട്ട് ഇരുന്നാൽ പോരാ. നമ്മൾ ചില ഇടവകളൊക്കെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഉണരണം. അൽമായരാണ് സഭ എന്ന്, ദൈവജനമാണ് സഭ എന്ന് 2 മത്തയി സൂനദോസ് പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാനും അനുഭവിക്കാനും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അതുകൊണ്ട് അൽമായരെ ഒറ്റക്കെട്ടായി മാർപ്പാപ്പയുടെ കീഴിൽ നിന്ന്, നമ്മുടെ മെത്രാന്മാരുടെ കീഴിൽ നിന്ന് സഭയുടെ ഏകീകൃത കുർബാന ചൊല്ലാൻ അച്ഛന്മാരുടെ അടുത്ത് ചെന്ന് ഒറ്റക്കെട്ടായി ചെന്ന് പറയണം. ഓരോരുത്തരല്ല, ഒറ്റക്കെട്ടായിട്ട് അച്ഛനെ സംബന്ധിച്ചാൽ ഇവിടെ കുർബാന പറ്റൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ കർത്താവിനോട് കൂറ് പുലർത്തുക, നമ്മുടെ സുറിയാനി സഭയോട് കൂറ് പുലർത്തുക, നമ്മുടെ മാർപ്പാപ്പയോടും പിന്നെ സഭാധികാരി നമ്മൾ കൂറ് പുലർത്തുക. അതിന് നിങ്ങൾ തയ്യാറാകണം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വ്യക്തിപരമായിട്ട്, പക്ഷെ ഇതൊന്ന് തയ്യാറാകേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ഈ വിമതരുടെ നുണകളുടെ മലകൾ നമുക്ക് ഇടിച്ചു നിരത്താനായിട്ട് സാധിക്കും. അതിന് സാധിക്കട്ടെ. സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കും, പുത്രൻ നിങ്ങൾ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വതന്ത്രരാകും എന്ന കർത്താവിന്റെ വചനം നമ്മെ സ്വതന്ത്രരാക്കട്ടെ.